ക്ലാസ്സിൽ നമ്മൾ മൊണീറയെക്കുറിച്ച് ആണ് പറഞ്ഞത്. മൊണീറയിൽ നമ്മൾ ബാക്ടീരിയകളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ ബാക്ടീരിയകൾ പ്രധാനമായിട്ടും 2 തരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 2ആയിട്ട് തിരിച്ച് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്ന് ആർക്കി ബാക്ടീരിയ എന്നും രണ്ടാമത്തത് യു ബാക്ടീരിയ എന്നും 2 തരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആർക്കി ബാക്ടീരിയകൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ യു ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൻഷ്യൻ്റ് ബാക്ടീരിയ ആണെന്നും യു ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ബാക്ടീരിയ ആണ് എന്നും നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് യു ബാക്ടീരിയകൾ ഏതെല്ലാം തരത്തിലുണ്ട് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇനി പഠിക്കണം. യു ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയകൾ ഒന്ന് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ ആട്ടോട്രോപിക് ബാക്ടീരിയ എന്ന് പറയാം. ആട്ടോട്രോഫിക് ബാക്ടീരിയ. രണ്ടാമത്തത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അപ്പോൾ 2ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ആട്ടോട്രോഫിക് ബാക്ടീരിയ, രണ്ടാമത്തത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഇങ്ങനെ 2 തരത്തിലുള്ള യു ബാക്ടീരിയകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൽ ഒന്നാമത്തത് ആട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ആട്ടോട്രോഫിക് ബാക്ടീരിയ. ഈ ആട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ഫോട്ടോ ആട്ടോട്രോഫിക് ബാക്ടീരിയ, രണ്ടാമത്തത് കീമോ ആട്ടോട്രോഫിക് ബാക്ടീരിയ. അതിൽ ഫോട്ടോ ആട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ബാക്ടീരിയ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ് യൂട്ടിലൈസിങ് സോളാർ എനർജി ഓർ സൺലൈറ്റ്, അല്ലെങ്കിൽ ലൈറ്റ് എനർജി. ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബാക്ടീരിയകളാണ് ഈ ഫോട്ടോ ആട്ടോട്രോഫിക് ബാക്ടീരിയ. സോ ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ് യൂസിങ് ലൈറ്റ് എനർജി. രണ്ടാമത്തത് കീമോ ആട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. എന്താണ് ഈ കീമോ ആട്ടോട്രോഫിക് ബാക്ടീരിയ? ദേ ക്യാൻ യൂസ് കെമിക്കൽ എനർജി ഫോർ പെർഫോമിങ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തുന്നതിന് വേണ്ടി കെമിക്കൽ എനർജി ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് കീമോ ആട്ടോട്രോഫിക് ബാക്ടീരിയ. ഇനി ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഫോട്ടോ ആട്ടോട്രോഫിക് ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സയാനോ ബാക്ടീരിയ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. സയാനോ ബാക്ടീരിയ. അപ്പോൾ ആട്ടോട്രോഫിക് ബാക്ടീരിയയിൽ ഫോട്ടോ ആട്ടോട്രോഫിക് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഫോട്ടോ ആട്ടോട്രോഫിക് ബാക്ടീരിയ. എക്സാമ്പിൾ ആണ് സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയയെ നമ്മൾ മറ്റൊരു പേര് പറയും ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ദേ ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ് യൂസിങ് ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തി ആഹാരം നിർമ്മിക്കുവാൻ കഴിയുന്ന ബാക്ടീരിയയാണ് സയാനോ ബാക്ടീരിയ. ഈ സയാനോ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഫിലമെൻറ്റസ്. മോസ്റ്റ്ലി ദേ ആർ ഫിലമെൻറ്റസ് ഇൻ നേച്ചർ. ആൻഡ് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഒരു ഘടനയാണ് അതിന് ഉള്ളത്. ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിനുള്ളത്. അത് പൊള്യൂട്ടഡ് വാട്ടറിനകത്ത് ബ്ലൂംസ് ഫോം ചെയ്യും. ദേ ഫോം ബ്ലൂംസ് ഇൻ പൊള്യൂട്ടഡ് വാട്ടർ. ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ പ്രോളിഫറസ് ഗ്രോത്ത് ആണ്. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് വളർന്ന് വർദ്ധിതമായ തോതിൽ അത് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നു. വെള്ളത്തിന് മുകളിലായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്നു. അപ്പോൾ അതിനെയാണ് ബ്ലൂംസ് എന്ന് പറയുന്നത്. അങ്ങനെ അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് അതിനകത്ത് ഓക്സിജൻസ് എല്ലാം, വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ എല്ലാം അത് കൺസ്യൂം ചെയ്യുകയും അണ്ടർലൈയിങ് ഓർഗാനിസത്തിന്
അതുപോലെ തന്നെ ഫിഷ് തുടങ്ങിയുള്ള ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് തടയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില ഓർഗാനിസം ആണ് ഈ സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയ ക്യാൻ കോസ് ബ്ലൂമിങ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയിൽ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന ഒരു ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ആണ് കാണപ്പെടുന്നത്. ക്ലോറോഫിൽ എ എന്ന് പറയുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനകത്ത് കാണപ്പെടുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റാണ്. അപ്പോൾ ആ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ എ എന്ന് പറയുന്ന ക്ലോറോഫിൽ മോളിക്യൂള് നമുക്ക് ഈ സയാനോ ബാക്ടീരിയയിലും കാണാൻ കഴിയും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിലമെൻറ്റിൻ്റെ ഇടയിൽ ആയിട്ട് അറ്റ് ഇൻ്റർവെൽസ് ദർ ആർ സർട്ടൈൻ സ്പെഷ്യൽ സെൽസ് കാൾഡ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റുകൾ എന്ന് പറയുന്ന ചില പ്രത്യേക തരത്തിലുള്ള സെല്ലുകൾ ഇതിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫിലമെൻറ്റിനകത്ത് കാണപ്പെടുന്നു. അപ്പോൾ ഈ ഫിലമെൻറ്റിനകത്ത് അവിടെ ആയിട്ട് ചില പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ആർ ദെയർ. ദീസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അപ്പോൾ ഇതിനെ ഹെറ്ററോസിസ്റ്റ് എന്നാണ് വിളിക്കുക. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ ഹെറ്ററോസിസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഹെറ്ററോസിസ്റ്റ് എന്നറിയപ്പെടുന്ന ചില പ്രത്യേക തരത്തിലുള്ള സെല്ലുകൾ ഇതിൻ്റെ ഫിലമെൻറ്റിൽ അവിടെയായിട്ട് കാണപ്പെടും. ഈ ഹെറ്ററോസിസ്റ്റിൻ്റെ പ്രത്യേകത ദേ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നൈട്രജൻ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുവാൻ ശേഷിയുള്ള ചില പ്രത്യേക തരത്തിലുള്ള സെല്ലുകളാണ് ഹെറ്ററോസിസ്റ്റുകൾ. അതും ഈ സയാനോ ബാക്ടീരിയകളുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ അനബീന, നോസ്റ്റോക്ക് ഇവയെല്ലാം അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ അനബീന, അതുപോലെ തന്നെ നോസ്റ്റോക്ക്. അനബീന, നോസ്റ്റോക്ക് എന്നിവ അതിന് എക്സാമ്പിളാണ്, സയാനോ ബാക്ടീരിയകൾക്ക് എക്സാമ്പിളാണ്. സോ ദാറ്റ് ഈസ് ഫോട്ടോസിന്തറ്റിക് ആട്ടോട്രോഫിക് ബാക്ടീരിയ. ഫോട്ടോസിന്തറ്റിക് ആട്ടോട്രോഫിക് ബാക്ടീരിയ. ഇനി അടുത്ത ബാക്ടീരിയ വിഭാഗം എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകളാണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. Heterotrophic bacteria are of 3 types. They may be ഒന്ന് parasitic heterotrophic bacteria. Maybe ഒന്നാമത്തത് they are parasitic bacteria. രണ്ടാമത്തത് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. ഇനി മൂന്നാമത്തത് സിംബയോട്ടിക് ബാക്ടീരിയ. അപ്പോൾ പാരസൈറ്റിക് ബാക്ടീരിയ, സാപ്രോഫൈറ്റിക് ബാക്ടീരിയ, അതുപോലെ തന്നെ സിംബയോട്ടിക് ബാക്ടീരിയ. അങ്ങനെ 3 തരത്തിലുള്ള ബാക്ടീരിയകളാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ആട്ടോട്രോപ്സ്? ആട്ടോട്രോപ്സ് ആർ ഓർഗാനിസംസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഫുഡ് മെറ്റീരിയൽ. അപ്പോൾ ഓർഗാനിസത്തിന് സ്വയം ആഹാരം നിർമ്മിക്കുവാൻ ശേഷിയുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആട്ടോട്രോപ്സ് എന്ന് പറയും. ഇനി ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാലോ, ഹെറ്ററോട്രോപ്സ് ആർ ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. ആഹാരത്തിന് വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസത്തെ ആശ്രയിക്കുന്ന ജീവി വർഗം ആണ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. അപ്പോൾ ഇവിടെ ഈ ബാക്ടീരിയകൾ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ പ്രധാനമായിട്ടും 3 തരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് പാരസൈറ്റിക് ബാക്ടീരിയ, രണ്ടാമത്തത് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ, മൂന്നാമത്തത് സിംബയോട്ടിക് ബാക്ടീരിയ. ഇതിൽ എന്താണ് പാരസൈറ്റുകൾ എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. എന്താണ് പാരസൈറ്റുകൾ? പാരസൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസൈറ്റിക് ബാക്ടീരിയ ആർ ബാക്ടീരിയ ആർ വിച്ച് ആർ ലിവിങ് ഇൻ ദി ലിവിങ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസംസ്. വിച്ച് ആർ ലിവിങ് ഇൻ ദി ലിവിങ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസം. ഓർഗാനിസത്തിൻ്റെ ആ ലിവിങ് ബോഡിയിൽ തന്നെ, അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ തന്നെ, മറ്റ് ജീവികളിൽ തന്നെ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് പാരസൈറ്റിക് ബാക്ടീരിയകൾ. പാരസൈറ്റിക് ബാക്ടീരിയ ആർ certain bacteria which are living in the living bodies of other organisms, which may be living in the living bodies of other organisms or in other organisms, which is causing certain diseases. അതിനകത്ത് പലതരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ വിബ്രിയോ കോളറേ എന്ന് പറയുന്ന ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ വിച്ച് ഈസ് കാസിങ് കോളറ, അല്ലേ? സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വിച്ച് ഈസ് കാസിങ്
ടൈഫോയിഡ്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ബാക്ടീരിയകൾ, പാരസൈറ്റിക് ബാക്ടീരിയകൾ, അല്ലേ, പാരസൈറ്റിക് ബാക്ടീരിയകൾ, ആ പാരസൈറ്റിക് ബാക്ടീരിയകൾ ഉണ്ട് വിച്ച് ആർ ലിവിങ് ഇൻ ദി അതർ ഓർഗാനിസംസ്. മറ്റ് ഓർഗാനിസത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് പാരസൈറ്റിക് ബാക്ടീരിയ. ഇനി എന്താണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ? സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ബാക്ടീരിയ വിച്ച് ആർ ലിവിങ് ഇൻ ദി ഡെഡ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസംസ്. മറ്റ് ജീവികളുടെ ഡെഡ് ബോഡീസിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ എക്സ്ക്രീറ്റയിൽ ജീവിക്കുന്ന, അവ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന, ഡെഡ് ബോഡീസ് ഓഫ് ഓർഗാനിസത്തെ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ബാക്ടീരിയകളെ ആണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ബോഡി ഓഫ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ അല്ല കാണപ്പെടുന്നത്, പിന്നെ എവിടെയാണ്? മിൽക്കിൽ ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ മിൽക്കിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയ. സോ അതുപോലെ തന്നെ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന പലതരത്തിലുള്ള ബാക്ടീരിയ, അങ്ങനെയൊക്കെ ഉള്ള ബാക്ടീരിയകളെയാണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ലിവിങ് ഇൻ ദി living bodies of organisms, but at the same time they are living in the dead bodies of other organisms. And then symbiotic bacteria. What does it mean? The term symbiosis. സിംബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് സിംബയോസിസ്? സിംബയോസിസ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർഗാനിസംസ് ഇൻ വിച്ച് ബോത്ത് ദി ഓർഗാനിസംസ് ആർ ബെനിഫിറ്റഡ്. അപ്പോൾ സിംബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർഗാനിസംസ്. രണ്ട് ജീവികൾ ഒരുമിച്ച് ജീവിക്കുകയാണ്, അവയിൽ രണ്ട് ജീവിക്കും അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അസോസിയേഷനെയാണ് എന്ത് പറയുക? സിംബയോസിസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ സിംബയോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിംബയോട്ടിക് എന്ന് പറയുന്ന ബാക്ടീരിയ, ആ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയ, അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഏതാണ് സിംബയോട്ടിക്? റൈസോബിയം ഈസ് ആൻ എക്സാമ്പിൾ. റൈസോബിയം. അപ്പോൾ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ നിങ്ങൾ പഠിച്ചിട്ടുള്ള ബാക്ടീരിയയാണ്. ആ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ എവിടെ താമസിക്കുന്നു, എവിടെ ജീവിക്കുന്നു എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ദേ ആർ ലിവിങ് ഇൻ ദി റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്, പയറുവർഗത്തിൽപ്പെട്ട ചെടികൾ. അപ്പോൾ ലെഗുമിനസ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ പയറുവർഗത്തിൽപ്പെട്ട ചെടിയുടെ എന്താണ് റൂട്ടിൽ കാണപ്പെടുന്ന നോഡ്യൂൾസിലാണ് ഈ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ജീവിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ലിവിങ് ഓർഗാനിസം. ഇൻ ദി റൂട്ട് നോഡ്യൂൾസ് ഓഫ് ദിസ് ലിവിങ് ഓർഗാനിസം certain other bacteria are inhabiting. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസം ആണ് റൈസോബിയം. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിംബയോട്ടിക് ബാക്ടീരിയ. ഈ റൈസോബിയം എന്താണ് ചെയ്യുക? ഈ റൈസോബിയം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹെട്രോസിസ്റ്റുകളുടെ കാര്യം പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലെ നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റി ഈ റൂട്ട് നോഡ്യൂൾസിൽ സംഭരിക്കുന്നു. അങ്ങനെ സംഭരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ പ്ലാന്റിന്, ലെഗുമിനസ് പ്ലാന്റ്സിന് നൈട്രജൻ കോമ്പൗണ്ട്സിനെ അബ്സോർബ് ചെയ്യുവാൻ കഴിയുന്നു. അതേസമയം റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയത്തിന് ജീവിക്കാനുള്ള ഒരു റൂട്ട് നോഡ്യൂൾ എന്ന് പറയുന്ന ഒരു സംഗതി ആരുണ്ടാക്കി കൊടുക്കുന്നു? ഈ ലെഗുമിനസ് പ്ലാന്റും ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണകരമായ ഒരു അസോസിയേഷൻ ആണ് സിംബയോസിസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് പറയാം, ഈ ബാക്ടീരിയകൾ ഇങ്ങനെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ പ്രധാനമായിട്ടും എങ്ങനെയാണ്? 3 തരത്തിലാണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയകൾ പാരസൈറ്റിക് ആയിട്ട് മറ്റ് ജീവികളിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു. ചിലത് സാപ്രോഫൈറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസം അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ആഹാരത്തെ വലിച്ചെടുക്കുന്നു. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്നു. സോ ദാറ്റ് ഈസ് heterotrophic bacteria. അപ്പോൾ ഇനി ബേസ്ഡ് ഓൺ ദി ഷേപ്പ്, ബാക്ടീരിയകളെ അതിൻ്റെ ഷേപ്പിനെ അടിസ്ഥാനമാക്കി നമുക്ക് എത്രയായിട്ട് തരം തിരിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദി ഷേപ്പ്, bacteria are classified into number 1 coccus, number 2 bacillus, number 3 vibrio, number 4 spirilla. അപ്പോൾ കോക്കസ്, ബാസിലസ്, വിബ്രിയം ആൻഡ് സ്പൈറില്ലം എന്ന് പറയുന്ന 4 തരത്തിലുള്ള
ബാക്ടീരിയകളാണ് ഉള്ളത് ബേസ്ഡ് ഓൺ ദി ഷേപ്പ്. ബാക്ടീരിയകളെ അവയുടെ ഷേപ്പിനെ അടിസ്ഥാനമാക്കി 4 തരം തിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തത് കോക്കസ്. കോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റൗണ്ട് ഇൻ അപ്പിയറൻസ്. റൗണ്ട് ബാക്ടീരിയകളാണ്, റൗണ്ട് ഇൻ അപ്പിയറൻസ്. റൗണ്ട് ബാക്ടീരിയ ദേ ആർ റൗണ്ട് അല്ലെങ്കിൽ ഗ്ലോബോയിഡൽ ഇൻ അപ്പിയറൻസ്. ബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. ചില ബാക്ടീരിയകൾ റോഡ് ഷേപ്ഡാണ്. ദേ ആർ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയകളാണ്. ഇനി വിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ കോമ ഷേപ്ഡ് ബാക്ടീരിയ. കോമ ഷേപ്ഡ്. അപ്പോൾ ഇങ്ങനെ കോമ ഷേപ്പിലുള്ള ബാക്ടീരിയകളുണ്ട്. സോ ദേ ആർ വിബ്രിയം, കോമ ഷേപ്ഡ് ബാക്ടീരിയ. ഇനി ദെൻ സ്പൈറില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയകൾ സ്പൈറൽ ആകൃതിയിൽ ഒക്കെ കാണപ്പെടും. സോ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും ഷേപ്പിനെ അടിസ്ഥാനമാക്കി 4 തരത്തിലുള്ള ബാക്ടീരിയകൾ ആണ് ഉള്ളത്. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് കോക്കസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് അല്ലെങ്കിൽ ഗ്ലോബോയിഡൽ ഇൻ നേച്ചർ. രണ്ടാമത്തത് ബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, ദണ്ഡാകൃതിയിൽ ഉള്ള ബാക്ടീരിയ. വിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ ഷേപ്പിൽ ഉള്ള ബാക്ടീരിയ. അതുപോലെ തന്നെ സ്പൈറില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ ഷേപ്പിൽ ഉള്ള ബാക്ടീരിയ. അങ്ങനെ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ബാക്ടീരിയകളാണ് ബേസ്ഡ് ഓൺ ദി ഷേപ്പിനെ അടിസ്ഥാനമാക്കി ഉള്ളത്. ഇനി അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദി സ്റ്റെയിനബിലിറ്റി, bacteria are classified into different groups. Based on the stainability, bacteria are classified into 2 different groups. They are number 1 gram positive bacteria. 2 gram negative ബാക്ടീരിയ. അപ്പോൾ സ്റ്റെയിനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സ്റ്റെയിൻ ചെയ്യുവാനുള്ള ശേഷിയെ അടിസ്ഥാനമാക്കി. എന്താണ് സ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില വർണ്ണവസ്തുക്കൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വർണ്ണവസ്തുക്കൾ അതിനകത്ത് അബ്സോർവ് ചെയ്ത് ആ വർണ്ണം നിലനിർത്തുവാനുള്ള ശേഷിയെ അടിസ്ഥാനമാക്കി ആണ് ഈ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും നമ്മൾ ബാക്ടീരിയകളെ പറയുന്നത്. അപ്പോൾ ബാക്ടീരിയകൾ സാധാരണഗതിയിൽ ഒരു ഹൈലൈൻ നേച്ചറായേക്കാം. അതിനകത്ത് പിഗ്മെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ഹയലൈൻ എന്ന് പറയും. എന്താണ് ഹയലൈൻ എന്ന് പറഞ്ഞാൽ? ഹയലൈൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ നിറമാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നിറം ഇല്ലാത്ത ബാക്ടീരിയകളായേക്കാം. അതിനകത്ത് പിഗ്മെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ബാക്ടീരിയകളെ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ പല സ്റ്റെയിനുകളും നമ്മൾ കൊടുക്കും. അതിൽ സാധാരണയായിട്ട് കൊടുക്കുന്ന സ്റ്റെയിനുകളാണ് ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിനാണ് ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ. അപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ എന്ന് പറയുന്ന ഈ സ്റ്റെയിൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബാക്ടീരിയകളും ബ്ലൂ കളേർഡായിട്ട് കാണും. ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെയിൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബാക്ടീരിയകളും ബ്ലൂയിഷ് ഇൻ അപ്പിയറൻസ്, ബ്ലൂ കളറിലായിട്ട് കാണും. അപ്പോൾ ഈ ബാക്ടീരിയകളിൽ 2 തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളുടെ ഒരു പ്രത്യേകത, ചില ബാക്ടീരിയകൾക്ക് ഈ ബ്ലൂ കളറിനെ നിലനിർത്താൻ കഴിയും. അതായത് ആദ്യം നമ്മൾ ഇതിനെ ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നു. ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. അപ്പോൾ ആൽക്കഹോൾ അതിനുള്ള പ്രൊസീജിയറുണ്ട്. എങ്ങനെയാണ് ഇതിനെ വാഷ് ചെയ്യുക? ബാക്ടീരിയ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക്കാണ് അല്ലേ? അതിനെ ഒരു സ്ലൈഡിലേക്ക് നമ്മളിങ്ങനെ
അങ്ങനെ സ്ലൈഡിലേക്ക് പരത്തിയെടുക്കുന്നു. അങ്ങനെ സ്ലൈഡിലേക്ക് പരത്തിയെടുത്തതിന് ശേഷമാണ് അതിനെ എന്ത് ചെയ്യുക, ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഈ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിനിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യും. അങ്ങനെ ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിനിലേക്ക് ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്തതിന് ശേഷം അതിനെ പുറത്തെടുത്തതിന് ശേഷം ആൽക്കഹോൾ ഉപയോഗിച്ച് അതിനെ വാഷ് ചെയ്യുന്നു. അങ്ങനെ ആൽക്കഹോൾ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിയുമ്പോൾ ചില ബാക്ടീരിയകൾക്ക് ഈ കളറിനെ നിലനിർത്തുവാൻ കഴിയും, ചില ബാക്ടീരിയകൾക്ക് ആ കളറിനെ നിലനിർത്തുവാനുള്ള കഴിവ് ഇല്ലാതിരിക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ദ സ്റ്റെയിനബിലിറ്റി, സോ ദോസ് ബാക്ടീരിയ വിച്ച് ക്യാൻ റീറ്റെയിൻ ദി കളർ ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് വാഷ്ഡ് വിത്ത് ആൽക്കഹോൾ, so these bacteria are called gram positive bacteria. So gram positive bacteria are bacteria which can retain the color of the crystal violet stain even after it is washed with alcohol. അപ്പോൾ ആൽക്കഹോൾ ഉപയോഗിച്ച് അതിനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിനെ നിലനിർത്തുവാനുള്ള, ആ നിറം നിലനിർത്തുവാനുള്ള ബാക്ടീരിയകളാണ്, കഴിവുള്ള ബാക്ടീരിയകളാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അതുപോലെ തന്നെ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയ്ക്ക് എന്തിനുള്ള ശേഷിയില്ല, ഇതിനെ നിലനിർത്തുവാനുള്ള ശേഷിയില്ല, ആ നിറത്തെ നിലനിർത്തുവാനുള്ള ശേഷിയില്ല. അങ്ങനെയാണ് ഇതിനെ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം പോസിറ്റീവ്. ഇനി നമുക്ക് പഠിക്കേണ്ടുന്നത് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തെ കുറിച്ചാണ്. മൈക്കോപ്ലാസ്മ. ഈ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, ദേ ആർ ദി സ്മോളസ്റ്റ് നോൺ പ്രോകാരിയോട്സ്. സ്മോളസ്റ്റ് നോൺ പ്രോകാരിയോട്സ്. അപ്പോൾ സ്മോളസ്റ്റ് ആയിട്ടുള്ള, അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രോകാരിയോട്ടുകളാണ് ഏത്? ദി മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ, ദേ ആർ ആൾസോ കാൾഡ് PPLOs. PPLOs എന്ന് പറഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക്. Pleuropneumonia like organisms. Pleuropneumonia like organism. ഈ പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്ന് പറയുന്ന ഈ സ്മോളസ്റ്റ്, അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഓർഗാനിസം ആണ്, പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനൈറോബിക് കണ്ടീഷനിൽ ജീവിക്കുന്ന, അതായത് ഓക്സിജൻ്റെ അഭാവത്തിലും ജീവിക്കാൻ കഴിവുള്ള ചില ഓർഗാനിസംസ് ആണ് ഈ പറഞ്ഞ മൈക്കോപ്ലാസ്മ. അവയ്ക്ക് സെൽ വാള് ഉണ്ടായിരിക്കില്ല. അങ്ങനെ സെൽ വാള് ഇല്ലാത്ത ഏറ്റവും ചെറിയ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. പാരസൈറ്റിക് ഓർഗാനിസം വിച്ച് ഈസ് കോസിങ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ പ്ലൂറോന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അനിമൽ ഡിസീസാണ്. അപ്പോൾ അനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ ജീവിക്കുവാൻ കഴിവുള്ള ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്, അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മയെ മറ്റൊരു പേരാണ് PPLOs അല്ലെങ്കിൽ പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. സോ ദാറ്റ് ഈസ് പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ഓർ മൈക്കോപ്ലാസ്മ.